ഇത് എത്രത്തോളം അവിശ്വസനീയമാണ് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇതേ കാരണങ്ങൾ കൊണ്ട്. ഇത്രമേൽ ആസൂത്രിതമായും ഇത്രമേൽ പെർഫെക്റ്റ് ആയും ഒരു ക്രൈം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണ്? മധു, ശരിക്ക് വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ വാർത്ത പുറലോകത്തെ അറിയിക്കുന്നത്. അതിനു മുമ്പ് 2 ദിവസം നമ്മൾ ഈ പറയുന്ന പണം മുടക്കിയവരും വഞ്ചിതരായവരുമായ ആൾക്കാരെ മുഴുവൻ നേരിട്ട് കണ്ടിരുന്നു. വാസ്തവത്തിൽ നമുക്ക് തന്നെ ഒരു സഹതാപം തോന്നിപ്പോകും. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതൊരു വിശ്വസനീയമായ രീതിയിൽ ഒരാൾ പറയുമ്പോൾ ആര് പണം കൊടുത്തു പോകും. ഇപ്പൊ പൂർണ്ണമായൊരു പെർഫെക്റ്റ് സംവിധാനമാണ് നമ്മുടെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ആക്ഷേപിക്കാൻ പാടില്ല. വാസ്തവത്തിൽ വ്യാഴാഴ്ച നമ്മൾ 7 പേര്, അതായത് PSCയിലും ശ്രീചിത്രയിലുമായിട്ട് പ്രവേശനത്തിന് വേണ്ടി പണം മുടക്കി 7 പേരുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ 7 പേരും കൂടെ കൂടി ഏതാണ്ട് ഒരു ഇതില് യഥാർത്ഥത്തില് 4 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ മുടക്കിയവരാണ് ഇതിൽ ഭൂരിഭാഗം പേരും. ചിലർ ടാക്സി ഓടിക്കുന്നവരുണ്ട്, ചിലർ വീട് വിറ്റവരുണ്ട്, ഒരു PSCക്ക് ഒരു ടീച്ചർ നിയമനത്തിനായിട്ട് വീട് വിറ്റ് പൈസ കൊടുത്തവരുണ്ട്. പിന്നെ അതെ. പിന്നെ അങ്ങനെ പിന്നെ കുറെ നേഴ്സുമാരുണ്ട്. നല്ല നിലയിൽ ജോലി കിട്ടും, സ്ത്രീ ഇത്രയുള്ള നേഴ്സായിട്ടൊക്കെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പൈസ കൊടുത്തവരാണ്. അപ്പൊ ഈ വാർത്ത കൊടുത്ത് വ്യാഴാഴ്ച രാവിലെ 7 മണിക്കാണ് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യുന്നത്. വൈകിട്ടായപ്പോ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവരുടെ ഏകദേശം എണ്ണെടുത്തപ്പോ എൻ്റെ ഒരു 40-ന് മുകളിലുണ്ട്. 40-നോ 50-നോ അടുത്ത ആൾക്കാർ വരും. അങ്ങനെ കണക്ക് കൂട്ടുവാണെങ്കിൽ തന്നെ എൻ്റെ ഒരു 4 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷൻ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട്. അതിൽ പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ നാണക്കേടാണല്ലോ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇവരൊക്കെ മുഖം മറച്ച് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോ പലരും ഇപ്പൊ കണ്ണൂരുള്ള ഒരാള് നേരിട്ട് നമ്മളോട് സംസാരിച്ചു. പിന്നെ അതുപോലെ പലരും ഉണ്ട്. ചിലർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം, അതിന്റെ ശബ്ദം പോലും കേട്ടറിയാം. അങ്ങനെ ഒരുപാട് പേര്, 40ഓളം പേര് ഈ പറയുന്ന പണം മുടക്കിയവരിൽ ഉണ്ട്. 40-നോ 50-നോ ഇടയ്ക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 4 കോടി രൂപയോളം ഇതിനകത്ത് വരും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം പൂർണ്ണമായും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് PSCയെ നമ്മൾ ഇരുട്ടിൽ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ ഇതിനകത്ത് ഒരാൾ PSCയിൽ നിന്നാണെന്ന് പറഞ്ഞ് സർക്കാർ ടാഗുമായി ഈ കട്ടപ്പനയിലും ഇവിടെയൊക്കെ വന്ന ആൾക്കാരെ നേരിട്ട് കണ്ട് ജോലി തരാമെന്ന് പറയുന്നു. അതുപോലെ PSC ഇന്ന് ആഗസ്റ്റിനാണ് റെഡിയാകാൻ കിട്ടുമെന്ന് പറയുന്നു. ഒറിജിനലേ വെല്ലുന്ന രേഖകൾ അയച്ചു കൊടുക്കുന്നു. അഡ്വൈസ് മെമ്മോ മുതൽ മറ്റ് ഇന്റർവ്യൂ കാർഡ് വരെ അയച്ചു കൊടുക്കുന്നതിൽ ഈ വാഗമണിലെ ഒരു പെൺകുട്ടി ടീച്ചറാകാൻ മോഹിച്ച് നടന്ന് വീട് വിറ്റ് പൈസ കൊടുത്തതിന് ശേഷം അവർക്കൊരു ഇന്റർവ്യൂ കാർഡാണ് അയച്ചു കൊടുക്കുന്നത്. അവര് PSC പട്ട ഓഫീസ് ചെല്ലാൻ പറയുന്നു. അവരവിടെ ചെല്ലുമ്പോൾ അവരോട് മാറ്റിവെച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഇവർ വഞ്ചിതരാകുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, എന്തുകൊണ്ടാണ് ഇത്രയും പൈസ ഇവർ കൊടുക്കുന്നത്? അതിനൊരു വിശ്വസനീയമായ തെളിവ് അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് അറസ്റ്റിലായ ഫൈസലിന്റെ ഭാര്യയ്ക്ക് ശ്രീത്ര നേഴ്സാണ് എന്ന് പറഞ്ഞാണ് ഇതിൽ ഭൂരിഭാഗം പേരെയും ഇവർ ഈ ശ്രീചിത്രയിലെ കേസിൽ വഞ്ചിക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമാണ്, നേഴ്സാണ്. പിന്നെ ആധികാരികമായ ഒരു രേഖ അയച്ചു കൊടുക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസറായ പ്രിയയുടെ ഒപ്പിലാണ് അയച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പ്രിയയുടെ ഒപ്പ് ഉള്ള ഒരു ഇന്റർവ്യൂ കാർഡ് കിട്ടുമ്പോൾ ഇത് നിങ്ങൾ ആരോടും കാണിക്കരുത്, കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, ഇത് പിന്നീട് മെയിലായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ ചിലരൊക്കെ ഈ ശ്രീത്രയുടെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ഈ പ്രിയ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ആ ഉദ്യോഗസ്ഥയുണ്ട്. അപ്പൊ കൂടുതൽ വിശ്വസനീയമായി. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു ആ തരത്തിൽ വിശ്വസനീയമായ ഒരു സാഹചര്യം ഒരുക്കുമ്പോൾ ഇവരെല്ലാവരും അതിനകത്ത് വഞ്ചിതരാകുകയാണ് ചെയ്തത്. പിന്നീട് ഇവരെ രണ്ടാമത്തെ കാര്യത്തിൽ വിശ്വസനീയമാണെന്ന് ഈ പറയുന്ന 2 നേഴ്സുമാരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇന്ന് അവർ ഇടുക്കിയിൽ SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ 2 നേഴ്സുമാർക്ക് ശ്രീചിത്ര എന്നാന്നും പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതുപോലെ PSC എന്നാന്നും പറഞ്ഞ അഗസ്റ്റിൻ വിളിക്കുന്നു. ബിജു ചോദിച്ചോട്ടെ, അതായത് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ആളുകൾ ഇന്റർവ്യൂവിന്റെ കാർഡ് കിട്ടിയിട്ടോ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടോ ഒക്കെ അവിടെ ചെല്ലുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും അവിടെയുള്ളവർ അറിയില്ലേ, ഇവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടല്ലാതെ, ഇവിടെ നിന്ന് വിളിച്ചിട്ടല്ലാതെ ആളുകൾ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ബിജുവിനോട് നേരത്തെ ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ അന്ന് അവിടെ ചെന്ന ദിവസം 19 പേര് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകാതെ പോയത്? ഇതില് ഒന്നാമത്തെ വസ്തുത, ഈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചു മേടിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. കാരണം തിരിച്ചു കിട്ടും എന്ന് കരുതിയിട്ട് ചെക്ക് വരെ ആദ്യമായിട്ടാണ് ഈ ഗൂഗിൾ പേ വഴി കൈക്കൂലി ഇടപാടൊക്കെ നടക്കുന്നത്, ബാങ്ക് വഴി കൈക്കൂലി ഇടപാടൊക്കെ നടക്കുന്നത്. അത്ഭുതം തോന്നും. അപ്പോൾ തിരിച്ച് ഇവര് ചെക്ക് കൊടുക്കുന്നുണ്ട്. ആ പൈസ എങ്ങനെയും എന്തായാലും അബദ്ധം പറ്റി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക,
പൈസ എങ്ങനെയാണ് തിരിച്ചു മേടിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അങ്ങനെ അതും കിട്ടാതെ വന്നപ്പോഴാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച ഏലപ്പാറ സ്വദേശികളെ പരാതിയുമായി രംഗത്തേക്ക് വന്നത്. അവര് ഗത്യന്തരമില്ലാതെ അവരെന്ത് ചോദിച്ചാൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് അവരും കുറെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ പരാതി കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ നമ്മൾ വാർത്ത കൊടുത്ത് ഈ പരാതിയുടെ വിവരം പുറത്തു വന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള അല്ല നേഴ്സുമാര് ഈ ഇന്നും ഇന്നലെയായിട്ട് ഇടുക്കി SP പരാതി കൊടുക്കുന്നത്. അല്ല ബിജു, ഞാൻ ചോദിച്ചത് ഈ ഹോൾ ടിക്കറ്റ് ഒക്കെ ആയിട്ട് ശ്രീചിത്രയിലൊക്കെ ചെന്നല്ലോ ഈ പെൺകുട്ടികൾ, ശ്രീചിത്രയിലും PSC ഓഫീസിലൊക്കെ ചെന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്നല്ലാതെ, അവിടെ യാതൊരു കാര്യത്തിലും ഇടപെട്ടിട്ടല്ലാതെ ഇത്തരം രേഖകളുമായി ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ സംവിധാനത്തിൽ നിന്നൊരു അന്വേഷണം വേണ്ടി വരില്ലേ? തീർച്ചയായും ആ സംവിധാനം ഇതുവരെ അന്വേഷണത്തിന് തുനിഞ്ഞിട്ടില്ല. ഇതില് ഏലപ്പാറ സ്വദേശിയായ മകൻ അവിടെ എത്തിയപ്പോൾ PSCയുടെ ടാഗ് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്നിട്ട് ഇതിലെ മുഖ്യ തട്ടിപ്പുകാരനായ രാജേഷിന്റെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി പകരം ഞാൻ ഒരാളെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുത്തിന് ഇരുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആ സാഹചര്യങ്ങളാണ്. ഇപ്പം ശ്രീധരെ ചെന്നവർ വരുന്ന അന്ന് അവിടെ ഇന്റർവ്യൂവിന് വന്ന് 10-40 പേരുണ്ടായിരുന്നു. അവരിടയ്ക്കൊരു ഈ തട്ടിപ്പിനെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്ന് ആലോചിക്കാനായിട്ടൊരു വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങി. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ പൈസ പോയി മാനക്കേടുമായി ചിലരൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു 10-40ഓളം പേര് അവരുടെ ബന്ധുക്കളൊക്കെ എന്നെ ഇന്നലെ കോണ്ടാക്ട് ചെയ്തു, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റാക്കറ്റ് പിടിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതിനകത്ത് അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഈ ശ്രീധരെ എന്ന് വിളിക്കുന്നവരാരാണ്, അവരുണ്ടോ, അല്ലെങ്കിൽ PSC എന്ന് വിളിച്ച അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളാരാണ്. ഇത് ഭരണഘടനയുടെ വളരെ വളരെ വിശ്വസനീയമായ 2 സ്ഥാപനങ്ങളാണ്. അതിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്ത രേഖകൾ, അതൊരു ഭയങ്കരമായ ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനി തുടർ ദിവസങ്ങളിൽ അന്വേഷണം ഉണ്ടാകട്ടെ. വളരെയധികം നന്ദി ബിജു. ഈ വാർത്തകൾ പങ്കുവച്ചതിനും ഈ ഒരു വലിയ തട്ടിപ്പ് പുറത്തു വരാൻ കാരണമായതിനും ഞാൻ ആ കാര്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്.